असतो मा സദ്ഗമയ. പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കാർഷിക വിജ്ഞാനം മാധ്യമങ്ങളിലൂടെ എന്ന കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ഒരു പുതിയ പദ്ധതി അടുത്തയിടെ ആവിഷ്കരിക്കുകയുണ്ടായി. ഇത് നടപ്പിലാക്കുന്നതിനായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി 9 കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രധാന കേന്ദ്രമാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അഥവാ CIFT. ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കർഷകർക്ക് സാങ്കേതിക ജ്ഞാനം എത്തിച്ചു കൊടുക്കുന്നതിൽ വ്യാപരിച്ചിരിക്കുന്ന എല്ലാ സംഘടനകളെയും ഒരുമിച്ച് അണിനിരത്തി അവരിലൂടെ അവർ ജനറേറ്റ് ചെയ്യുന്ന സാങ്കേതിക വിജ്ഞാനം സാധാരണക്കാരായ കർഷകരിലേക്ക് തികച്ചും സുതാര്യമായ ഒരു രീതിയിൽ പകർന്നു കൊടുക്കണം എന്ന ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കൃഷി ദർപ്പണം 2010 എന്ന ഈ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് ആധ്യക്ഷം വഹിക്കുന്നത് ഞങ്ങളുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ഡയറക്ടർ ഡോക്ടർ ബി മീനാകുമാരിക്ക് ഞാൻ എന്റെയും ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെയും വ്യക്തിപരമായ പേരിൽ സ്വാഗതം അരുളുന്നു. ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ ക്ഷണിച്ചത് ആരാധ്യയായ കൊച്ചിൻ മേയർ പ്രൊഫസർ മേഴ്സി വില്യംസിനെയാണ്. പറയാതെ തന്നെ അറിയാം, വളരെയധികം തിരക്കുകളിൽ ഇപ്പോൾ തന്നെ വന്നിട്ടും മാഡം സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. എന്തെങ്കിലും താമസം ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് അരമണിക്കൂറോടെ കഴിഞ്ഞു വരാം, അത്രയേറെ തിരക്കിലാണ്. എങ്കിലും ഒരു തടസ്സവും പറയാതെ മാം വളരെ സന്മനസ്സോടുകൂടി ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. മാഡത്തിനും എൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേർക്കും CIFTയുടെ പേർക്കും ഞങ്ങളുടെ സ്വാഗതം അരുളുകയാണ്. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഫിഷറീസിലെയും മൃഗസംരക്ഷണ വകുപ്പിലെയും ഒക്കെ പ്രഗത്ഭരായ ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി സൈറ ബാനു, ജോയിന്റ് ഡയറക്ടർ ഫിഷറീസ് ഇവിടെ സന്നിഹിതയാണ്. മാഡത്തിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ പോൾ കുന്നത്ത്, അദ്ദേഹം മൃഗസംരക്ഷണ വകുപ്പ് എറണാകുളം ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ സംശയ നിവാരണത്തിനും നമ്മളോട് സഹകരിക്കുന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഞാൻ സാദരം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടർ PT മാത്യു, അദ്ദേഹം പ്രിൻസിപ്പൽ സയന്റിസ്റ്റാണ് CIFTയിലെ. അദ്ദേഹത്തിനും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെ തന്നെ ടീമിൽ ഒരാളായ ഈ എല്ലാ പ്രോഗ്രാംസിനും ഞങ്ങൾക്ക് നായകത്വം വഹിക്കുന്ന ഞങ്ങളുടെ ഡിവിഷന്റെ മേധാവി ഡോക്ടർ S ബാലസുബ്രഹ്മണ്യം ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകരെ, പിന്നെ ഇവിടെ ഇൻവൈറ്റീസ് ആയിട്ട് വന്നിരിക്കുന്ന മറ്റുള്ളവരെ, ഈ ഒരു സംരംഭത്തിന്റെ ഐഡിയ തന്നെ തന്നത് ഡോക്ടർ ത്രിവേദി എന്ന് പറഞ്ഞ ന്യൂഡൽഹിയിലുള്ള ഇതിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററാണ്. അദ്ദേഹത്തിനും ICARനും ഈ പ്രോജക്റ്റ് ഞങ്ങൾക്ക് സാങ്ഷനാക്കി തന്നതിന് ഒരു നന്ദി പ്രകടിപ്പിക്കുന്നു. കൂടാതെ ഇപ്പൊ പെട്ടെന്ന് മേയർക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ഘാടനത്തിനായി മേയറെ ക്ഷണിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. സന്നിഹിതരായിരിക്കുന്ന സയന്റിസ്റ്റുമാർ, വിവിധ ഓർഗനൈസേഷനിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, കുടുംബശ്രീ അംഗങ്ങളെ, ഇന്നത്തെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ എല്ലാ മേഖലയിലും വന്നിരിക്കുന്ന വിജ്ഞാനം, പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനം, അത് ഒരു റിസർച്ച് ലാബറട്ടറിയിലോ ഫാക്ടറിയിലോ ഒതുങ്ങിപ്പോകാതെ ആ വിജ്ഞാനം സ്വായത്തമാക്കുന്നതിനും അത് ജനങ്ങൾക്ക് സ്വാദിഷ്ടമാക്കുന്നതിനും തക്ക പ്രയത്നങ്ങൾ ഉണ്ടാവണം. നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ ലോകത്തിൽ ഭക്ഷ്യ
സുരക്ഷയും അതുപോലെ തന്നെ വ്യവസായവും പ്രശ്ന സങ്കീർണമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗങ്ങളിൽ വളരെ നല്ല ഇടപെടലുകൾ കാർഷിക മേഖലയിൽ നിന്നും വ്യവസായ മേഖലയിൽ നിന്നും സാങ്കേതിക മേഖലയിൽ നിന്നും ശാസ്ത്ര മേഖലയിൽ നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തികമായ നേട്ടത്തിന് ഉതകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ തക്ക രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ, മത്സ്യമേഖലയിൽ, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ്, കന്നുകാലികളെ വളർത്തുന്നവർ, പൗൾട്രി വളർത്തുന്നവർ, ഇങ്ങനെ കാർഷിക മേഖലയിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും സഹായിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു കാർഷിക വ്യാപനം നടത്തപ്പെടുന്നത്. ഇത് മാധ്യമങ്ങളിലൂടെ വളരെ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടണം. ഇവിടെ ഒരു എക്സിബിഷൻ ഒരേ ഒരു മാധ്യമം മാത്രമാണ്. അനേകം മാധ്യമങ്ങളുണ്ട്. എല്ലാവിധ മാധ്യമങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക വിജ്ഞാപനം എല്ലാവരിലെയും എത്തിക്കുക, അതാണ് അങ്ങനെ വ്യാപിപ്പിക്കുക എന്നുള്ളതിന്റെ ഒരു തുടക്കം മാത്രമാണിത്. ഏതായാലും നല്ല ഒരു തുടക്കമാകട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. ഈ കൃഷി ദർപ്പൺ പരിപാടിയുടെ എല്ലാവിധ പ്രയോജനങ്ങളും സാധാരണ ജനങ്ങളിലേക്കും സാധാരണ കുടുംബിനികളിലേക്കും എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ ഔപചാരികമായി ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. ബഹുമാന്യ അധ്യക്ഷ, CFT ഡയറക്ടർ ഡോക്ടർ ബി മീനാകുമാരി, ഈ യോഗത്തിന്റെ ഉദ്ഘാടകയായ മേയർ പ്രൊഫസർ മേഴ്സി വില്യംസ്, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, സ്വാഗത പ്രസംഗത്തിൽ ആശാലത പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരെല്ലാം ദണ്ഡഗോപുരവാസികളാണെന്നും അവരുടെ കണ്ടുപിടുത്തങ്ങളും അറിവുകളും എപ്പോഴും അവിടെ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത് വളരെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു ധാരണയാണ്. ഈ കൃഷി ദർപ്പൺ എന്നുള്ള പേര് വളരെ അന്വർത്ഥമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈകിയാണെങ്കിലും ഒരു ദർപ്പൺ പോലെ, ഒരു കണ്ണാടി പോലെ നിങ്ങളുടെ എല്ലാം കണ്ടുപിടുത്തങ്ങളും ഇന്നോവേഷൻസ് എല്ലാം സാധാരണ ജനങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തിരിച്ചു. ആരാധയായ അധ്യക്ഷയും സിഫ്റ്റിന്റെ ഡയറക്ടറുമായ ഡോക്ടർ ബി ബീനാകുമാരി, ഇന്നത്തെ കൃഷി ദർപ്പണിലൂടെ ഉദ്ഘാടനം നിർവഹിച്ച കൊച്ചിയുടെ ആരാധയായ മേയർ പ്രൊഫസർ മേഴ്സി വില്യംസ്, CCPI പ്രോജക്ട് സിഫ്റ്റിലെ ഡോക്ടർ ആശാലത, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ കർഷക സുഹൃത്തുക്കൾ, നമ്മുടെ നാട് വളരെ രൂക്ഷമായ ഒരു ഭക്ഷ്യക്ഷാമത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇതുപോലുള്ളൊരു പ്രോഗ്രാം, അതായത് ടെക്നോളജി എക്സിബിഷൻ കം ഫാർമർ സയന്റിസ്റ്റ് ഇന്ററാക്ഷൻ മീറ്റ് ഇവിടെ സംഘടിപ്പിച്ച സിഫ്റ്റിലെ ഭാരവാഹികൾക്ക് ആദ്യമായി ഞാൻ അനുമോദനം അർപ്പിക്കാൻ വേണ്ടി ഞാൻ അവസരം വിനിയോഗിക്കുകയാണ്. വളരെ നൂതനമായ ശാസ്ത്രീയമായ അറിവുകൾ നമ്മൾ നമ്മുടെ കാർഷിക രീതികളിൽ പരീക്ഷിച്ചേ പറ്റൂ. അവിടെയാണ് ഈ കൃഷി ദർപ്പൺ പോലെയുള്ള പ്രോഗ്രാമിന്റെ പ്രസക്തി. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ കൃഷി ദർപ്പണ് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട CFT ഡയറക്ടർ ഡോക്ടർ ബി മീനാകുമാരി, ആരാധ്യായ മേയർ ശ്രീ പ്രൊഫസർ മേഴ്സി വില്യംസ്, വേദിയിലും സദസ്സിലും അകത്തിലായിരിക്കുന്ന മാന്യ വ്യക്തികളെ, കൃഷി ദർപ്പൺ 2010 എന്ന ഈ പ്രോഗ്രാം ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കാർഷിക വിജ്ഞാനം മാധ്യമങ്ങളിലൂടെ എന്ന CFTക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന NIP പ്രോജക്റ്റിന്റെ ഒരു ഭാഗമായിട്ടാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരീക്ഷണശാലകളിൽ പരീക്ഷിച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പല ടെക്നോളജികളും സാധാരണക്കാരന്റെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ പ്രോഗ്രാം അവിടെ ആസൂത്രണം ചെയ്ത ഈ പ്രോജക്റ്റിന്റെ OPI ആശാലത ഞാൻ അഭിനന്ദിക്കുന്നു. അതോടുകൂടി അതുപോലെ തന്നെ
ഈ പ്രോഗ്രാമിന് സകലവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട CAFT ഡയറക്ടർ ഡോക്ടർ ബി മീനാകുമാരി, co-PA ഡോക്ടർ ആശാലത, ജോയിന്റ് ഡയറക്ടർ ഓഫ് ഫിഷറീസ് ഡോക്ടർ സൈറ ബാനു, ഡോക്ടർ പോൾ കുന്നത്ത്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അനിമൽ ഹസ്ബൻഡറി, CAFTയിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള സഹപ്രവർത്തകരെ, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും ഈ ചടങ്ങിലേക്ക് വന്നിട്ടുള്ള പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും ന്യൂഡൽഹിയിലുള്ള ICAR സ്ഥാപനമായ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക്കേഷൻസ് ഓഫ് അഗ്രികൾച്ചർ എന്ന സ്ഥാപനവും ചേർന്ന് നടത്തുന്ന ഈ ടെക്നോളജി എക്സ്പോ കം കൃഷിമേള അവയിൽ വന്ന് ഇനാഗ്രേറ്റ് ചെയ്യാൻ സംബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഹോണറബിൾ മേയർ ഓഫ് കൊച്ചിൻ പ്രൊഫസർ മെറ്റ്സി വില്യംസ് അവർക്ക് ആദ്യമായിട്ട് എന്റെ സ്വന്തം പേരിലും ഞങ്ങളുടെ CAFT സ്ഥാപനത്തിന്റെ പേരിലും ഞാൻ സന്തോഷപൂർവമായ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇവിടെ ഈ ടെക്നോളജി എക്സ്പോ കം കൃഷിമേള ഓർഗനൈസ് ചെയ്യാനും നല്ല രീതിയിൽ നടത്താനും ഗൈഡ് ചെയ്ത ഞങ്ങളുടെ CAFT ഡയറക്ടർ ഡോക്ടർ ബി മീനാകുമാരി ഈ മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കാൻ ഇവിടെ വന്നിട്ട് വഹിച്ചതുകൊണ്ട് അവർക്കും നന്ദി പറയുന്നത് എന്റെ കടമയാണ്. ഈ ഇനാഗ്രേഷൻ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ സംബന്ധിച്ച് ഇവിടെ വന്നിട്ടുള്ള ശ്രീമതി സൈറ ബാനു, ജോയിന്റ് ഡയറക്ടർ ഓഫ് ഫിഷറീസ്, ഡോക്ടർ പോൾ കുന്നത്ത്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അനിമൽ ഹസ്ബൻഡറി എറണാകുളം ഡിസ്ട്രിക്ട്, ഡോക്ടർ PT മാത്യു, നോഡൽ ഓഫീസർ NAP പ്രോജക്ട്സ്, CAFT എന്നിവർക്കും എന്റെ സ്വന്തം പേരിലും CAFTയുടെ പേരിലും സന്തോഷപൂർവമായ നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഇവിടെ നടത്തുന്ന എക്സിബിഷൻ വഴിയായിട്ട് ICAR സ്ഥാപനങ്ങളിലെ ഉള്ള ടെക്നോളജീസ് പറ്റിയ ബോധവൽക്കരണം ഉണ്ടാക്കാൻ ഇവിടെ വന്നിട്ടുള്ള ICAR സ്ഥാപനങ്ങളുടെ ഒഫീഷ്യൽസ് എല്ലാവർക്കും മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് പങ്കെടുക്കാൻ വന്നിട്ടുള്ള പ്രവർത്തകർക്കും എന്റെ സ്വന്തം പേരിലും CAFTയുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇവിടെ വന്നിട്ടുള്ള എറണാകുളം പ്രസ് ക്ലബ് സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ സന്തോഷപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ നടത്തുന്ന മീറ്റിംഗ് വഴിയായിട്ട് ICARലും CAFTയിലും ഉണ്ടാക്കിയ ടെക്നോളജീസ് പറ്റിയ വിവരങ്ങൾ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി വളരെയധികം ജോലി തിരക്ക് ഉണ്ടെങ്കിലും ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള നിങ്ങൾ എല്ലാവർക്കും എന്റെ സ്വന്തം പേരിലും CAFTയുടെ പേരിലും ഹാർദവമായ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. കൃഷി, മത്സ്യം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിലെ കേരളത്തിലെ പ്രമുഖരും പ്രഗത്ഭരുമായ സാങ്കേതിക വിദഗ്ധർ ഇവിടെ ആഗതരായിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ള കർഷക സുഹൃത്തുക്കൾക്ക് അതാത് മേഖലയുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനും അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടാനുള്ള അവസരമൊരുക്കിയിട്ടുണ്ട്.
असतो मा सद्गमय। ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ നടപ്പിലാക്കുന്ന കാർഷിക വിജ്ഞാന വ്യാപന മാധ്യമങ്ങളിലൂടെ എന്ന പ്രോജക്റ്റിന് കീഴിൽ CAFT സംഘടിപ്പിച്ച കൃഷി ദർപ്പൺ എന്ന കൃഷി കാർഷിക മേളയുടെ സംഭാവന വേദിയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എനിക്കുള്ളത്. വളരെ തിരക്കുകൾക്കിടയിലും ഈ ചടങ്ങ് ഭംഗിയാക്കാൻ എത്തിച്ചേർന്ന ആദരണീയ സ്റ്റേറ്റ് ഫിഷറീസ് മിനിസ്റ്റർ ശ്രീ S. ശർമ്മജിയെ ഞാൻ ഈ പ്രോജക്റ്റിന്റെ പേരിലും CAFTന്റെ പേരിലും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ നല്ല കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഗൈഡൻസും ഹെൽപ്പും തന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ഡോക്ടർ മീനാകുമാരിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗങ്ങൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന് ഡോക്ടർ KA ഉണ്ണിത്തൻ, SIC KVK ഞാറക്കല്ല് ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന് ഡിസ്ട്രിക്ട് അനിമൽ ഹസ്ബൻഡറി ഓഫീസർ ഡോക്ടർ KK ശശിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CM ദേവസി എക്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈപ്പിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പ്രോജക്റ്റിന്റെ ലീഡറും ഈ മേളയുടെ ബാക്ക്ബോണുമായ ഡോക്ടർ S. ആശലതയെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ചാർലസ് ജീവ സീനിയർ സയന്റിസ്റ്റ് CAFTയിലും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു ഫംഗ്ഷനിന്റെ അട്രാക്ഷൻ എന്നത് ഓഡിയൻസും പാർട്ടിസിപ്പൻസുമാണ്. അവരില്ലെങ്കിൽ ഫംഗ്ഷൻ ഇല്ല. ആയതിന് ഈ മേളയിലെ ഏറ്റവും വലിയ അട്രാക്ഷനുമായ എൻ്റെ എല്ലാ കാർഷിക സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ഇവിടെ സുന്ദരമായ സ്റ്റാളുകൾ സ്ഥാപിച്ച എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 2 ദിവസത്തെ ഈ കാർഷിക വിജ്ഞാനമേള ഇന്നിവിടെ സമാപിക്കുകയാണ്. ഇതിൻ്റെ സമാപന ചടങ്ങിൽ ആധ്യക്ഷം വഹിക്കുന്ന ഡോക്ടർ B. മീനാകുമാരി, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന പ്രമാണിച്ച് 1.5 മാസമായി ഒരു ഫംഗ്ഷനും പങ്കെടുക്കാതെ ചികിത്സയിലൊക്കെ ആയിരുന്ന ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി S. ശർമ്മ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. 3 വർഷത്തേക്കാണ് ഗവേഷണ കൗൺസിൽ ഈ പദ്ധതിക്ക് അനുമതി തന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വരും 2 വർഷങ്ങളിലും ഇതേ പദ്ധതി ഇതേപോലെ തന്നെ ഗവൺമെന്റിന്റെ സഹായത്തോടെ തുറന്നുകൊണ്ട് പോകാനും അത് കഴിഞ്ഞാൽ ഇത് സ്വന്തം നിലയിൽ ഒരു മീഡിയ സെല്ലായി വർക്ക് ചെയ്യാനും ഉള്ള ഒരു തീരുമാനമാണ് ഗവേഷണ കൗൺസിലിൻ്റേത്. ഇതിന്റെ പ്രവൃത്തികൾ നിങ്ങൾക്കും ഗുണപ്രദമായി തന്നെ ഉള്ള കാര്യങ്ങളിൽ പരിസമാപ്തിക്കും എന്ന് ഉള്ള ഒരു വിശ്വാസത്തോടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ S. ശർമ്മ, ഡോക്ടർ KA ഉണ്ണിത്താൻ, ഡോക്ടർ KK ശശി, ശ്രീ CM ദേവസി, ഡോക്ടർ ചാൾസ് ജീവ, ആശാലത, ഗീതാലക്ഷ്മി, വേദിയിലിരിക്കുന്ന ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്ന ക്ഷണിതാക്കൾ, മറ്റ് ഇൻവൈറ്റീസ് എല്ലാവർക്കും ആദ്യമായി എന്റെ കൂട്ടുകയും. ഇന്ന് ധാരാളം സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലെ പല കാർഷിക മത്സ്യ മൃഗ പരിപാലന സ്ഥാപനങ്ങൾ വഴി വികസിപ്പിക്കുന്നുണ്ട്. ആശലത അത് വളരെ വ്യക്തമായി പറഞ്ഞു. പക്ഷെ അതെല്ലാം ഓരോ സ്ഥാപനങ്ങളിലെയും വിജ്ഞാന വ്യാപന വിഭാഗം വഴി, അതായത് എക്സ്റ്റൻഷൻ ഡിവിഷൻ എന്ന് പറയും, എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടത്. ആ വിജ്ഞാന വ്യാപന വിഭാഗം വഴിയാണ് പൊതുജനങ്ങളിലേക്കും കർഷകരിലേക്കും എല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ഇതിന് ഒരു ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടെന്ന് പറയാം, മാധ്യമങ്ങൾ വഴി, ഉദാഹരണത്തിന് ദിനപത്രം, ഇല്ലെങ്കിൽ മാസികകൾ, TV, റേഡിയോ തുടങ്ങിയ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് എത്ര കണ്ട് ഫലപ്രദമാക്കാം എന്ന അതും ഒരു ഗവേഷണം തന്നെയാണ്. ഗവേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ന് ഇവിടെ ദേഹാസ്വാസ്ഥ്യം വകവയ്ക്കാതെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി. അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് എന്റെ പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എന്റെ നന്ദി പറയുന്നു. ഈ പദ്ധതി അനുവദിച്ച ദീപ, അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ, ന്യൂഡൽഹിയോടും എന്റെ നന്ദി പറയുകയാണ്. ഇതോടുകൂടി എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
CAFTയുടെ ഡയറക്ടർ മീനാകുമാരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരെ, സ്നേഹമുള്ള ശ്രീ ദേവസ് ഉൾപ്പെടെയുള്ള മറ്റ് വ്യക്തികളെ, ശാസ്ത്രജ്ഞരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാ സ്റ്റേറ്റിലുമുള്ള കൃഷി, ഫിഷറീസ് മിനിസ്റ്റേഴ്സ് എല്ലാം ICARന്റെ കൗൺസിൽ അംഗങ്ങൾ. ഞാൻ 2-3 ഘട്ടങ്ങളിൽ ICARന്റെ കൗൺസിൽ മീറ്റിംഗിനായി ഡൽഹിയിൽ പോയിട്ടുണ്ട്. ആദ്യം പോയ അവസരത്തിലാണ് ആ സ്ഥാപനത്തിന്റെ വിശാലമായ വിജ്ഞാന മേഖലയുടെ വേരോട്ടം നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രതീതി എന്നതിലേക്ക് എളിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാർഷിക വിജ്ഞാന മേള സംഘടിപ്പിച്ചുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ കൃഷിക്കാരനിലേക്കും കൃഷിക്കാരന്റെ അനുഭവം തിരിച്ച് ശാസ്ത്രത്തിലേക്കും സംഭാവന നൽകും. ഗവേഷണം എന്നുള്ളത് വൺ വേ ട്രാഫിക് ഇല്ല. ഗവേഷണം പരീക്ഷണത്തിനും നിരീക്ഷണത്തിനും അനുഭവത്തിനും വിധേയമാകുന്ന ഒന്നാണ്. ശാസ്ത്രത്തിന്റെ നേട്ടം, ഒരു ടെക്നോളജിയുടെ കണ്ടുപിടുത്തം ഒരു മേഖലയുടെ വളർച്ചയ്ക്ക് ആയുധമാക്കുമ്പോൾ ആ വളർച്ചയുടെ അനുഭവം തിരിച്ചു ശാസ്ത്രത്തിന്റെ വികാസ പരിണാമത്തിൽ വിലപ്പെട്ട പങ്കുവഹിക്കും. എല്ലാ മനുഷ്യരിലേക്കും ഇതിന്റെ നേട്ടം വിശേഷിച്ചും ഏത് തലമാണ് ആ തലത്തിൽ പൂർണ്ണത കൈവരിക്കുവാൻ ഇപ്രകാരം നടക്കുന്ന കാർഷിക വിജ്ഞാന മേള പങ്കുവഹിക്കുവാൻ കഴിഞ്ഞിട്ട് എന്നാഗ്രഹിക്കുകയും ഇവിടെ മുളന്തുരുത്തിയിൽ നിന്നും കുന്നുകലിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും എല്ലാമായി കൃഷിക്കാർ വ്യത്യസ്ത തലങ്ങളിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഈ ഗവേഷണത്തിന്റെ പ്രയോക്താക്കളായി അനുഭവ സമ്പത്തുമായി അംഗീകാരമാർജിച്ച് അവാർഡിന് അർഹരായി എത്തിച്ചേർത്ത എല്ലാവരെയും, ബന്ധപ്പെട്ട എല്ലാവരെയും, എനിക്ക് ഒരാളുടെ മാത്രമേ പേര് ഓർമ്മയിലുള്ളൂ. കാരണം അയാൾ എന്റെ മണ്ഡലത്തിലുള്ള ആളായതുകൊണ്ട് എനിക്കറിയുന്നത് കൊണ്ടാണ്. കുന്നുകരയിൽ വേണുണ്ട്. മറ്റെല്ലാവരും എനിക്ക് പലരും ചിലരെനിക്ക് പരിചയമുണ്ട്. തൃശ്ശൂര്, നേരത്തെ ആലപ്പുഴ ഞങ്ങളൊരു ചടങ്ങിലൊക്കെ പങ്കെടുത്തിരുന്നു. എങ്കിലും ബന്ധപ്പെട്ട 4 പേരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി ഈ ചടങ്ങിന്റെ പേരിൽ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പേരിൽ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. താങ്ക് യു സർ. CAFTയുടെയും സ്നേഹോപഹാരം CAFT ഡയറക്ടർ ഡോക്ടർ ബി മീനാകുമാരിയിൽ നിന്ന് സ്വീകരിക്കുന്നതിനായി ആദരണീയ മന്ത്രി ശർമാജിയെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി അവരുടെ, ബഹുമാന്യായ CAFT ഡയറക്ടർ അവരുടെ, ബഹുമാന്യരായ കർഷക സുഹൃത്തുക്കളെ, സിക്കിന്റെ അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ഒരു സഹോദര സ്ഥാപനമായ CMFRI, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈക്കോടതിക്ക് സമീപമുള്ള സ്ഥാപനം, അതിന്റെ കീഴിൽ വൈപ്പിങ്കരയിലെ ഞാറയ്ക്കൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ
ഒറ്റപ്പെട്ട കർഷകരായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, കർഷക പ്രതിനിധികളാണ്. നിങ്ങൾ വഴി ഈ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തും. കാർഷിക രംഗത്ത് ഗവേഷണ സ്ഥാപനം മുതൽ കൃഷി ചെയ്യുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് ഇവിടെ. ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഈ സംരംഭത്തിൽ അവർ സഹകരിച്ചു എന്ന് ഓർക്കുമ്പോൾ, അതുപോലെ ഇതിന് സംഘാടകരായ CIFT എത്ര പ്രശംസിച്ചാലും മതിയാകത്തില്ല. കാരണം ഈ സമയത്ത് ഇത് സംഘടിപ്പിക്കുക വെച്ചാൽ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്ന സമയമാണ്. ശാസ്ത്രജ്ഞരും വികസന പ്രവർത്തകരും എല്ലാവരും തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം അക്കൗണ്ട് സെറ്റിൽമെന്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയ്ക്കും ഇതുപോലുള്ള ഒരു മഹാസംരംഭം സംഘടിപ്പിച്ചതിലും ഇത്ര വിജയപ്രദമായിട്ട് ഇത് നടത്തിയതിലും അങ്ങേയറ്റം വളരെ സന്തോഷമുണ്ട്. എല്ലാവരും CIFT എന്ന് പറയുന്ന മഹാസ്ഥാപനത്തെയും അതിന്റെ പ്രവർത്തനമായിട്ട് സഹകരിച്ച് നിങ്ങൾ ഓരോരുത്തരെയും എക്സിബിഷനും എല്ലാവരെയും ഇത് പങ്കെടുത്ത എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിക്കുന്നു. നമസ്കാരം. ഈ യോഗത്തിന്റെ ആരാധ്യയായ അധ്യക്ഷ ഡോക്ടർ B. മീനാകുമാരി, ഡയറക്ടർ സ്വിഫ്റ്റ്, ഈ പരിപാടി ഇവിടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആദരണീയായ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ S. ശർമ്മ അവർ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ, കൃഷി ദർപ്പൺ എന്ന പരിപാടി 2 ദിവസമായി ഇവിടെ നടക്കുകയാണ്. അതിന്റെ സമാപന സമ്മേളന ചടങ്ങാണിത്. ഈ അവസരത്തിൽ ഇതിന്റെ പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത് ഗവേഷണ കേന്ദ്രങ്ങളിലും അതുപോലെ റിസർച്ച് സെന്ററുകളിലും കാർഷിക സർവകലാശാലകളിലും ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൃഷിക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുക, അതിന് മാധ്യമങ്ങൾക്കുള്ള പങ്കിനെ പറ്റിയായിരുന്നു ഇവിടെ ചർച്ച ചെയ്തതും ഈ പ്രദർശനങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളതും. നമുക്കറിയാം, പലപ്പോഴും കാർഷിക സർവകലാശാല പോലെയുള്ള സർവകലാശാല സ്വിഫ്റ്റിലും അതുപോലെയുള്ള മറ്റ് ICAR-ന്റെ വിവിധ യൂണിറ്റുകളിലും ഒക്കെ നടക്കുന്ന സാങ്കേതിക പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ കർഷകരിൽ എത്തിച്ചേരുമ്പോൾ മാത്രമേ അതിനൊരു ശരിക്കുള്ള അതിന്റെ ഒരു പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. പലപ്പോഴും ഇത് കർഷകരിൽ എത്തുമ്പോൾ ഇത് എങ്ങനെയാണ് അവരിൽ എത്തിച്ചേരുക എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് അവരെ ഒരു പക്ഷേ എത്തിച്ചേരാൻ സാധിക്കുന്നിരിക്കില്ല. അതിന് മാധ്യമങ്ങൾക്ക്, അതുപോലെ ദൃശ്യ ശ്രവണ മാധ്യമങ്ങൾക്കും വളരെയേറെ പങ്കുവഹിക്കാൻ കഴിയും. അതുപോലെ മറ്റ് ഇവിടെ എല്ലാ കർഷകരെയും എല്ലാ രംഗങ്ങളിലും മത്സ്യത്തിലും മത്സ്യ കൃഷി മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പങ്കെടുത്ത കർഷകരെ ആദരിക്കുകയുണ്ടായിട്ടുണ്ട്. വിവിധ സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഗവേഷണങ്ങൾ കർഷകരിലേക്ക് ഒരു പരിധിവരെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളോടും എല്ലാവരും നന്ദിയോടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങ് വളരെ ഗംഭീരമായി. ഈ ICAR എന്താണെന്ന് നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം എന്ന നിലയിൽ ഇതിന് മുൻകൈയെടുത്ത ICAR-ന്റെ ഡോക്ടർ ആശാലതയും സ്വിഫ്റ്റിന്റെ ഡയറക്ടറായ ആ ബഹുമാനിയായ മേഡത്തെയും ആദ്യമായി അഭിനന്ദിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മടി കാണിക്കുന്ന അവസരങ്ങളിലാണ് ഇത്തരത്തിലുള്ള 2 വനിതകൾ എന്ന് പറയുന്ന ഈ വർഷം നമുക്കറിയാം പാർലമെന്റിൽ പോലും വനിതകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ബില്ല് അവതരിപ്പിച്ച അവസരത്തിലാണ് ഈ 2 വനിതകളും കൂടിച്ചേർന്ന് 2 ഉദ്യോഗസ്ഥരെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ജനകീയമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പങ്കാളിത്തത്തോട് നിറഞ്ഞ സദസ്സ് നടത്തിയവരെ ആദ്യം അഭിനന്ദിക്കുക. നമ്മുടെ സമൂഹത്ത് ഒരുപാട് സാമൂഹ്യപരമായ വിഷയങ്ങളെക്കുറിച്ച് ഒന്നും പ്രതിപാദിക്കുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ശാസ്ത്രം പുരോഗമിക്കുമ്പോഴും ICAR പുതിയ നൂതനമായ കാർഷിക രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ ഒരുപക്ഷെ 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളീയ സമൂഹം മാറുന്നത്. ഞാനിപ്പോ ബഹുമാന്യനായ ആശാലത മേഡത്തിന് പറയാം, ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ് എറണാകുളം ജില്ലയിൽ മാത്രം ഒരു ചെറിയ ഒരു ഇതെടുത്തു കഴിഞ്ഞപ്പോൾ 3000 ഏക്കറോളം കൃഷിസ്ഥലം നൽകി. 3000 ഏക്കർ. നമ്മൾ സാങ്കേതിക രംഗത്ത് പുതിയ ശാസ്ത്രം, കാർഷിക രംഗത്തേക്ക് പുതിയ ഊന്നൽ കൊടുക്കുന്ന ICAR-നെ പോലുള്ള ആളുകളുടെ കീഴിൽ പുതിയ
വിദ്യ അഭ്യസിച്ച ഒരു കൃഷി ഉണ്ടാവും. പിന്നെ അതുപോലെ മത്സ്യകൃഷി എന്റെ നാട്ടിൽ വൈപ്പിനെയാണ് ഏറ്റവും കൂടുതൽ കെമിക്കൽ ചേർന്ന വെള്ളം വരുന്ന പ്രദേശം. മത്സ്യകൃഷി നടത്തുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ആ കുടുംബം പട്ടിണിയാണ്. പലപ്പോഴും കെട്ടുതാലി പണയം വെച്ചിട്ടാണ് ശ്രീ ഉണ്ണിത്താൻ ഡോക്ടർക്ക് അറിയാം, കെട്ടുതാലി പണയം വെച്ചാണ് പലരും കെട്ടെടുത്തത്. അവിടെയാണ് അവസാനം മോശമായ ആലുവ പുഴയിൽ നിന്നുള്ള വെള്ളം വന്ന് കയറി മത്സ്യക്കുഞ്ഞുങ്ങൾ ചാടി. നമ്മളത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഓരോ കാലഘട്ടത്തും ഓരോ പ്രതിഭാസം ഉണ്ടാകുമ്പോഴും ആ പ്രതിഭാസത്തിന് അറുതി വരുത്താൻ കഴിയാത്ത ഒരു സംവിധാനം നിലവിലുള്ളപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ നൂതന വിദ്യ, കാരണം കർഷകരെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള സ്വിഫ്റ്റ് പോലുള്ള ICR പോലുള്ള ഈ സ്ഥാപനങ്ങൾക്ക് പുതിയ ഒരു ഇതുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവാർഡ് ജേതാക്കൾക്ക് ഒരിക്കൽ കൂടെ അഭിനന്ദനം അറിയിപ്പിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ച സ്വിഫ്റ്റിന്റെയും ICRന്റെയും ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ചടങ്ങിന്റെ മുഖ്യ അതിഥിയായ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഫിഷറീസ് മിനിസ്റ്റർ എല്ലാ മത്സ്യമേഖല പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു മാന്യ ഇദ്ദേഹമാണ്. CAFTയുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യ സഹായ സഹകരണങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറുടെ വിലപ്പെട്ട സമയം ഈ ചടങ്ങിനെ പങ്കെടുക്കുവാൻ ചെലവഴിച്ചതിന് വേണ്ടി CAFTയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ അധ്യക്ഷ പദം അലങ്കരിച്ച CAFTയുടെ ഡയറക്ടർ ഡോക്ടർ മീനാകുമാരി മാഡം, ഇവിടെ ആശംസ പ്രസംഗം നടത്തിയ നാരക്കൽ KVK സയന്റിസ്റ്റ് ഇൻചാർജ് ഡോക്ടർ ഉണ്ണിത്താൻ സർ, ഡിസ്ട്രിക്ട് അനിമൽ ഹസ്ബൻഡറി ഓഫീസർ ഡോക്ടർ സസി, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് എക്സ് പ്രസിഡന്റ് ശ്രീ CM ദേവസി, കൂടാതെ ഈ പ്രോജക്ടിന്റെ കോർഡിനേറ്ററായ ഡോക്ടർ ആശാലത, ഗീതാലക്ഷ്മി, എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. CAFT 2 ദിവസം ഇവിടെ നടത്തിയ ഈ കൃഷി ദർപ്പൺ മേളയിൽ പങ്കെടുത്ത് എക്സിബിഷൻ സ്റ്റാൾസ് അറേഞ്ച് ചെയ്ത എല്ലാ ആ സ്ഥാപനങ്ങളിലും എത്തിയിരുന്ന ഉദ്യോഗസ്ഥർ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ അവാർഡ്സ് ലഭിച്ച കർഷകர்கள், കൂടാതെ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഈ 2 ദിവസത്തോടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കർഷകர்கள், പല സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും എത്തിയിരുന്ന വനിതാ പ്രവർത്തകർ, കൂടാതെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ നടത്താൻ എല്ലാ സഹകരണങ്ങളും നൽകിയ CAFTയുടെ സ്റ്റാഫ് എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.